blessing today. ഇത് വളരെ അനുഗ്രഹമായി. ദേശത്ത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന ഭവനത്ത് ഈ 7 മണിക്ക് പ്രഭാതത്തിൽ അവർ ജോലി ചെയ്യാൻ തുടങ്ങുമ്പം അവസാനിക്കുന്നത് വരെയും ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പരിപൂർണമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചിറകടിയിൽ ഇവരെ പൊതിഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ഓരോ കുടുംബവും ദേശത്തും അനുഗ്രഹിക്കപ്പെട്ട് ഈ പ്രാർത്ഥന ഉയർന്നുയർന്നു വരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. This program is sponsored by ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന മറിയാമ്മ മാത്യുവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല സ്യൂട്ടബിളായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ തനിക്കുണ്ടാകട്ടെ. തൻ്റെ 2 മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന, ക്രിസ്തുവിൽ അവർ വളരുവാൻ അവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പോൾ തന്നെ കേരളത്തിൽ ഒരു നല്ല ഭവനമുണ്ടാകുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് സിസ്റ്റർ മറിയാമ്മയുടെ മകൻ്റെ ബർത്ത്ഡേ, ആശിഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആശിഷ്. അടുത്ത സ്പോൺസറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മേരി ജോണി വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിലേക്ക് ഡയബറ്റീസിൽ നിന്നും അതുപോലെ മറ്റെല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മുഴുവൻ കുടുംബത്തിലേക്കും ദൈവികമായ ആരോഗ്യവും സമാധാനപരമായ ഒരു ജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മേരി ജോണിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. സോ മേരി ജോണി, ബിലൈറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. The opening verse is Ruth, book of Ruth, chapter number 4. നമ്മൾ അതിനുവേണ്ടി ആരംഭിക്കുന്നത് രൂത്തിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായമാണ്. Verse number 11. അതിലെ 11-ാമത്തെ വചനം. It is a story of redemption and restoration. അത് ഒരു വീണ്ടെടുപ്പിന്റെയും അതുപോലെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെയും ഒരു കഥയാണ്. Hallelujah. Hallelujah. There was a girl called Ruth, and she was a Moabite girl. ഒരു മോവാബി സ്ത്രീയായ രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. And she was married to a Jewish boy. അവൾ ഒരു യഹൂദനുമായി വിവാഹം ചെയ്യപ്പെട്ടു. And her husband died. തുടർന്ന് അവളുടെ ഭർത്താവ് മരിച്ചു. Not only her husband, her husband's brother, husband's father, all men in the family died. അവളുടെ ഭർത്താവ് മാത്രമല്ല, തുടർന്ന് ഭർത്താവിന്റെ സഹോദരൻ, ഭർത്താവിന്റെ അപ്പൻ, ആ കുടുംബത്തിലുള്ള എല്ലാ ആണുങ്ങളും മരണപ്പെട്ടു. Her mother-in-law's name was Naomi. അവളുടെ അമ്മാവിയമ്മയുടെ പേര് നവോമി എന്നാണ്. In my opinion, she is the best mother-in-law in the whole Bible. എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ ബൈബിളിലും ഉള്ളതിലെ ഏറ്റവും നല്ല അമ്മായിയമ്മയാണ് നവോമി. If any woman sitting here wants to become a good mother-in-law, follow Naomi. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളിൽ ഏറ്റവും നല്ല ഒരു അമ്മാവിയമ്മയാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നവോമിയെ അനുകരിച്ചാൽ മതി. Now the story takes a turn when Ruth meets with Boaz. എന്നാൽ രൂത്ത് ബോവസ് എന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നതോടെ ആ കഥ മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ്. Boaz becomes her redeemer and her husband. ഈ ബോവസ് തന്റെ വീണ്ടെടുപ്പുകാരനും ഭർത്താവുമായിട്ട് മാറുന്നു. Everything was redeemed by Boaz. ഈ ബോവസിലൂടെ അവൾക്ക് നഷ്ടപ്പെട്ട സകലവും വീണ്ടെടുക്കപ്പെട്ടു. Now this story also implies the story of redemption by Jesus Christ our Savior. ഈ കഥ മറ്റൊരു പ്രധാന കാര്യത്തെ കാണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്ത വീണ്ടെടുപ്പിനെ, നൽകിയ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. Ruth represents the church of Jesus today. രൂത്ത് കാണിക്കുന്നത് ഇന്നത്തെ ദൈവസഭയാണ്. And Jesus is the Boaz. യേശുവാണ് ബോവസ്. Hallelujah. Hallelujah. Now let us read verse number 11. നമുക്ക് ഒരുമിച്ച് 11-ാമത്തെ വാക്യം വായിക്കാം. The context is this: after wedding, after marriage,
of Boaz and Ruth, they are coming to the city gate. ഇതിന്റെ സന്ദർഭം ഇതാണ്. രൂത്തും ബോവസും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം അവർ ഒരുമിച്ച് നഗരവാതിൽക്കൽ, നഗരത്തിന്റെ പ്രധാന കവാടത്തിൽ വരികയാണ്. Now the elders of the people of Israel are welcoming Ruth to Israel. അവിടെ ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രധാന മൂപ്പന്മാരും പ്രമാണികളും ചേർന്ന് ഇവരെ നഗര കവാടത്തിൽ വെച്ച് ഇസ്രായേലിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. Verse number 11, then the elders and all the people at the gate said, we are witnesses. May the Lord make the woman who is coming into your home like Rachel and Leah, who together built up the family of Israel. May you have standing in Ephrathah and be famous in Bethlehem. അപ്പോൾ മൂപ്പന്മാരും അവിടെ കൂടിയിരുന്ന സകലരും, ഞങ്ങൾ സാക്ഷികളാകുന്നു. നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ യഹോവ ഇസ്രായേൽ ഗൃഹം പണിതവരായ റാഹേലിനെയും ലേയെയും പോലെ അനുഗ്രഹിക്കട്ടെ. I want you to underline in your own Bible this portion, like Rachel and Leah, who together built up the family of Israel. നിങ്ങൾ തുടർന്നുള്ള ആ വേദഭാഗം അത് നിങ്ങളുടെ ബൈബിളിൽ അടിവരയിടണമെന്ന് ഞാൻ പറയുന്നു. അതിപ്രകാരമാണ്, ഇസ്രായേൽ ഗൃഹം പണിതവരായ റാഹേലിനെയും ലേയെയും പോലെ ആക്കട്ടെ. ഇസ്രായേൽ ഗൃഹം പണിതവരായ റാഹേലിനെയും ലേയെയും പോലെ. അത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്യുക. ഹല്ലേലൂയ. Question number 1, who built the house of Israel, the family of Israel? ഒന്നാമത്തെ ചോദ്യം, ആരാണ് ഇസ്രായേൽ ഗൃഹം പണിതത്? Tell me. പറയൂ. Who built the family of Israel? ആരാണ് ഇസ്രായേൽ ഗൃഹം പണിതത്? The Bible says 2 women. ബൈബിൾ പറയുന്നു 2 സ്ത്രീകൾ. Hallelujah. Hallelujah. The Bible does not say Jacob built up the people of Israel, the family of Israel. ബൈബിൾ ഒരിക്കലും യാക്കോബാണ് ഇസ്രായേൽ ഗൃഹം പണിതുയർത്തിയെന്ന് പറയുന്നില്ല. He was the father. അവൻ അപ്പനാണ്. He was the head of the family. അവനാണ് കുടുംബനാഥൻ. He is the patriarch. അവൻ പിതാമഹനാണ്. But the Bible says Rachel and Leah, the mothers in the family, they built up the family of Israel. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, റാഹേലും ലേയും അവർ ഒരുമിച്ച് ഇസ്രായേൽ ഗൃഹം പണിതു. Mothers build families. അമ്മമാരാണ് കുടുംബങ്ങളെ പണിയുന്നത്. The Bible says mothers are building the home. കാരണം വചനം പറയുന്നു അമ്മമാരാണ് കുടുംബങ്ങളെ പണിയുന്നത്. That's why wives or mothers are called homemakers. അതുകൊണ്ടാണ് എല്ലാ അമ്മമാരും വീട് ഉണ്ടാക്കുന്ന, അല്ല കുടുംബം ഉണ്ടാക്കുന്നവർ എന്ന് Of course, അറിയപ്പെടുന്നത്. the husband is the head of the family. തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ശിരസ് എന്നുള്ളത് ഭർത്താവാണ്. He is the visionary. അദ്ദേഹത്തിനാണ് അതിന്റെ He is ദർശനമുള്ളത്. the captain. അവനാണ് നേതാവ്. He is the pilot. അവനാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നവൻ. He is the leader. അവനാണ് നേതാവ്. But പക്ഷേ wife is the homemaker. ഭാര്യമാരാണ് കുടുംബങ്ങൾ പണിയുന്നത്. Hallelujah. ഹല്ലേലൂയ. I have observed this thing. ഞാൻ ഇപ്രകാരം വീക്ഷിച്ചിട്ടുണ്ട്. In many homes, the fathers may be traveling, may be working in another country, in another place, but the wife is managing, the mother is managing the home. പലപ്പോഴും പല വീടുകളിലും അപ്പന്മാർ, ഭർത്താക്കന്മാർ വളരെ ദൂരെ ജോലി ചെയ്യുന്നവരും വീട്ടിൽ നിന്ന് പലപ്പോഴും വിട്ടു നിൽക്കേണ്ടവരുമാണ്. എന്നാൽ അവരുടെ ഭാര്യമാർ വീട് നന്നായി മാനേജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ. But if the mother is absent, പക്ഷേ അമ്മ അവിടെ ഇല്ല എങ്കിൽ everything is upset. എല്ലാം അപ്സെറ്റ് ആവും. Hello. I travel a lot. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നു. Every week I travel for blessing festivals, this and that. എല്ലാ ആഴ്ചകളിലും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലും മറ്റു പല ശുശ്രൂഷകൾക്കുമായി ഞാൻ But യാത്ര ചെയ്യുന്നു. nothing happens to our home. പക്ഷേ എൻ്റെ വീടിനൊന്നും പറ്റാറില്ല. Why? Because Shema is managing everything. കാരണം ക്ഷമ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. But if she is sick, പക്ഷേ അവൾക്ക് പനി if പിടിച്ചാൽ, she is traveling, if she is absent in the home, പക്ഷേ ക്ഷമയാണ് വീട്ടിൽ ഇല്ലാതെ വരുന്നതെങ്കിൽ everything is upset, everything is in disorder. എല്ലാം കുളമാകാറുണ്ട്, എല്ലാം ഡിസോർഡർ ആകാറുണ്ട്. You know what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? That important is mothers in the home. അത്രയും പ്രാധാന്യമാണ് അമ്മമാർക്ക് വീടുകളിലുള്ളത്. If the mother is absent, many kitchens are closed. അമ്മമാർ ആബ്സെന്റ് ആണെങ്കിൽ എല്ലാ കിച്ചനും മിക്കവാറും പൂട്ടിയിട്ടിരിക്കും. ക്ലോസ്ഡ് ആണ്. No kitchen, no food. ഇന്ന് ഫുഡില്ല. Some men are very good cooks. I am not.
പല പുരുഷന്മാരും നല്ല പാചകക്കാരാണ്, പക്ഷെ ഞാനല്ല. But mothers are very, very important in a family. ഒരു കുടുംബത്തിൽ അമ്മമാർ വളരെ വളരെ പ്രാധാന്യമുള്ളവരാണ്. Secondly, mothers are very influential on their children. രണ്ടാമതായി അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ വളരെ സ്വാധീനമുള്ളവരാണ്. Preach it again, brother. രണ്ടാമതായി അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ വളരെ സ്വാധീനമുള്ളവരാണ്. Why? എന്തുകൊണ്ട്? Because they are the ones who carry the children in their womb. കാരണം അവരാണ് അവരുടെ ഗർഭപാത്രത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ വഹിച്ചത്. For 9 months they are carrying. 9 മാസങ്ങൾ അവർ കൊണ്ടു നടക്കുന്നു. It's a part of their body. അവരുടെ ശരീരത്തിന്റെ ഭാഗമായത് മാറുന്നു. And finally they give birth to the child. അങ്ങനെ അവസാനം അവർ കുഞ്ഞിന് ജന്മം Then നൽകുന്നു. they nurse the child. പിന്നീട് അവർ കുഞ്ഞിനെ പരിലാളിക്കുന്നു. Feed the child. അതിനെ മുലയൂട്ടുന്നു. Bathe the child. അവനെ നടത്തുന്നു. Do everything for the child. എല്ലാം അവൻ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നു. Son or daughter, we cannot separate a mother and child. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അമ്മയെയും കുഞ്ഞിനെയും തമ്മിൽ വേർപെടുത്തുവാൻ കഴിയുകയില്ല. Hallelujah. ഹല്ലേലൂയ. That much attached is a child to its mother. അത്രയും ബന്ധമാണ് ഒരു കുഞ്ഞിന് തന്റെ അമ്മയോടുള്ളത്. Hallelujah. ഹല്ലേലൂയ. A child's language is the mother's language. ഒരു കുഞ്ഞിന്റെ ഭാഷ എന്നുള്ളത് അതിന്റെ അമ്മയുടെ ഭാഷയായിരിക്കും. That's why we call it mother tongue. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മാതൃഭാഷ We എന്ന് never പറയുന്നത്. hear about father's tongue. നമ്മൾ ഒരിക്കലും അപ്പന്റെ ഭാഷ എന്ന് പറയാറില്ല. If mother is speaking Malayalam, അമ്മമാർ children are മലയാളം speaking പറഞ്ഞാൽ Malayalam. പിള്ളേരും മലയാളം പറയും. If the mother is speaking Urdu, children will be speaking Urdu. അമ്മ ഉറുദു ആണ് സംസാരിക്കുന്നതെങ്കിൽ പിള്ളേരും ഉറുദു If the സംസാരിക്കും. mother is speaking bad language, children will be speaking bad language. അമ്മ ചീത്ത ഭാഷയാണ്, മോശം ഭാഷകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുപോലെ പിള്ളേരും ചീത്ത സംസാരം ഉണ്ടാവും. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Mothers, you are so influential on your children. അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വളരെ സ്വാധീനമുള്ളവരാണ്. Your attitudes will touch your children, influence your children. നിങ്ങളുടെ മനോഭാവങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ സ്വാധീനിക്കും. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Now, mother's faith is children's faith. അമ്മമാരുടെ വിശ്വാസമാണ് കുഞ്ഞുങ്ങളുടെ വിശ്വാസം. We see a lot of intercaste marriages. നമ്മൾ ഒത്തിരി മിശ്ര വിവാഹങ്ങൾ കാണാറുണ്ട്. But usually the children will go after the mother's faith. പക്ഷെ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ അമ്മമാരുടെ വിശ്വാസത്തിന് പുറകെയാണ് അതിൽ പോകാറ്. You understand what I'm saying? മനസ്സിലാകുന്നുണ്ടോ? Mother's faith is children's faith. അമ്മമാരുടെ വിശ്വാസമാണ് കുഞ്ഞുങ്ങളുടെ വിശ്വാസം. Last 2 weeks I was talking about Timothy's faith. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഞാൻ തിമോത്തിയോസിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. The Bible says, Paul says, your mother's faith is now living in you. അവിടെ പൗലോസ് പറയുകയാണ്, നിന്റെ അമ്മയുടെ വിശ്വാസം നിന്നിൽ ഇപ്പോഴുമുണ്ട്. Hallelujah. ഹല്ലേലൂയ. Why? Because from mother that faith came into Timothy's heart. അതിന്റെ അർത്ഥം ഇതാണ്, അവന്റെ അമ്മയിൽ നിന്നും അവന്റെ ഹൃദയത്തിലേക്ക് ആ വിശ്വാസം പകരപ്പെട്ടു. Mothers, show me your hands. അമ്മമാരെ നിങ്ങളുടെ കൈ ഉയർത്തി കാണിക്കാമോ? All mothers, show me your hands. എല്ലാ അമ്മമാരും കൈ ഒന്ന് ഉയർത്തി കാണിച്ചേ. Only mothers. അമ്മമാർ മാത്രം. You are so important. നിങ്ങൾ വളരെ പ്രാധാന്യമുള്ളവരാണ്. You are so important to God. നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ വളരെ പ്രാധാന്യമുള്ളവരാണ്. You are also so important to your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളവരാണ്. You are very influential on your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾക്ക് വളരെ സ്വാധീനമുണ്ട്. Lift your hands down. നിങ്ങളുടെ കൈകൾ താഴെയിടാം. I know one thing. ഒരു കാര്യം എനിക്കറിയാം, All mothers live a sacrificial life. എല്ലാ അമ്മമാരും വളരെ ത്യാഗപൂർവമായി They ജീവിക്കുന്നവരാണ്. will sacrifice anything for their children. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ എന്തും ത്യാഗം ചെയ്യും. It's actually the silent sacrifice of the mother that sustains the family. സത്യത്തിൽ പറഞ്ഞാൽ അമ്മമാരുടെ ത്യാഗം മൂലമാണ്, പലതും ത്യജിക്കുന്നത് മൂലമാണ് ആ കുടുംബം നിലനിർന്നു പോകുന്നത്. Hallelujah. Because you suffer, because you tolerate, because you bear things, because you are long suffering and patient. That's why the family is sustained in the presence of God. അമ്മമാർ വീടുകളിൽ വളരെ സഹിഷ്ണുതയോടുകൂടി ക്ഷമയോടുകൂടി പലതും വഹിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു കുടുംബം നന്നായി നിലനിർന്നു പോകുന്നത്. We should respect motherhood. തീർച്ചയായിട്ടും മാതൃത്വത്തെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കണം. Jesus respected motherhood. യേശു മാതൃത്വത്തെ ബഹുമാനിച്ചവനാണ്. God honors womanhood and motherhood. ദൈവം സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും അവൻ ആദരിക്കുന്നവനാണ്. Somebody shout hallelujah. എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ.
But in some homes, ചില വീടുകളിൽ I have seen negative examples of motherhood also. തെറ്റായ മാതൃകകൾ ഞാൻ കണ്ടിട്ടുണ്ട്. Maybe because of many reasons, some mothers separate their children from fathers. എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ചില അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്പനിൽ നിന്നും അകറ്റി വളർത്തുന്നു. Some mothers make a lot of noise even for silly things. ചില അമ്മമാർ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ബഹളം ഉണ്ടാക്കുന്നു. ഹലോ Some mothers are doing like that. ചില അമ്മമാർ അങ്ങനെയാണ്. They scream, they shout even for little things. വളരെ നിസ്സാര ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അലറുകയും കൂവുകയും ചെയ്യും. If you make pandemoniums like that, in the years to come, as time progresses, what will happen is your children will lose respect for you. നിങ്ങൾ അതുപോലത്തെ ഒരു ഭീകരാന്തരീക്ഷമാണ് നിങ്ങളുടെ വീടുകളിൽ സൃഷ്ടിക്കുന്നതെങ്കിൽ വളരെ നാളുകൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോടുള്ള ബഹുമാനമില്ലാതെയാകും. Hello. Mothers should be full of faith in the Lord. അമ്മമാർ അവരുടെ ഹൃദയം നിറയെ കർത്താവിലുള്ള വിശ്വാസം നിറഞ്ഞിരിക്കണം. Preach again, brother. അമ്മമാർ നിങ്ങളുടെ ഹൃദയം നിറയെ കർത്താവിലുള്ള വിശ്വാസം നിറഞ്ഞിരിക്കണം. Your heart should be full of hope. നിങ്ങളുടെ ഹൃദയം നിറയെ പ്രത്യാശ ഉണ്ടായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. So that your faith will be spreading to all others in the family. അങ്ങനെ നിങ്ങളുടെ അകത്തുള്ള വിശ്വാസം കുടുംബാംഗങ്ങളിലേക്ക് എല്ലാം പകരപ്പെടും. Some mothers will speak only negative things. ചില അമ്മമാർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പറയുള്ളൂ. Always they curse children. എപ്പോഴും അവർ പ്രാകുകയും ശപിക്കുകയും ചെയ്യും. Curse their husband. അവരുടെ ഭർത്താവിനെ പ്രാകും. Curse God. ദൈവത്തെ പ്രാകും. Curse situations. സാഹചര്യങ്ങളെ നോക്കി പ്രാകും. Curse themselves. അവരെ തന്നെ അവർ ശപിക്കും. That the atmosphere of that family will be horrible. It will be a little hell. അങ്ങനെയുള്ളൊരു കുടുംബത്തിന്റെ അന്തരീക്ഷം എന്നുള്ളത് ഭയാനകമാണ്. അതൊരു ചെറിയ നരകമായിരിക്കും. Hello. But instead always speak faith. അതിന് പകരം എപ്പോഴും വിശ്വാസം സംസാരിക്കും. സഹോദരിയുടെ പേര് മേരി എന്നാണ്, അമ്മച്ചിയുടെ പേര് സാറാമ. കഴിഞ്ഞ വർഷം നവംബറിൽ ഷൊർണൂർ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലാണ് ആദ്യമായിട്ട് ഇവർ പങ്കെടുത്തിരുന്നത്. അന്ന് വലിയൊരു വേദനയുമായിട്ടായിരുന്നു അവർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് പോയിരുന്നത്. ഇവർ താമസിക്കുന്ന പുരയിടത്തിൻ്റെ ചുറ്റുമുള്ള അയൽവക്കക്കാർ ഇവർ താമസിക്കുന്ന പുരയിടത്തിൻ്റെ 4 വശങ്ങളിൽ നിന്നും സ്ഥലം എടുക്കാൻ തുടങ്ങി. കാരണം ഇവർക്ക് ആരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. സഹോദരിക്ക് ഭർത്താവുണ്ട്, പക്ഷെ ഭർത്താവ് കൂടെയല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പുരയുടെ എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് നിന്നൊന്ന് മാറണം, എവിടേക്കെങ്കിലും മാറിപ്പോയി താമസിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ വസ്തു അല്ലെങ്കിൽ ഈ പുരയിടം വിൽക്കുവാനായിട്ട് നാട്ടുകാരോ ചുറ്റുപാടുള്ളവർ സമ്മതിക്കുന്നില്ല. വലിയൊരു ദുഃഖത്തിലായിരുന്നു. അവസാനം ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു, ഈ വസ്തു ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിലേക്കെങ്കിലും പോവാം, കാരണം ഇവിടെ കിടന്നാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷൊർണൂരുള്ള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഇവർ ഷൊർണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നു. അവിടെ വന്ന് ഡാമിൻ ബ്രദറിൻ്റെ അടുക്കൽ ഈ സഹോദരി വന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പുരയിടം വിൽക്കാൻ ഒന്ന് സഹായിക്കണം, ഇത്രയേ പറഞ്ഞുള്ളൂ. ഡാമിൻ ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പുരയിടം അടുത്ത് തന്നെ വിൽക്കും എന്നുള്ളൊരു വാക്ക് കൊടുത്തു. ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് ആ വസ്തുവിന് ടോക്കൺ കിട്ടി. 1 ഏക്കറും 12 സെന്റ് സ്ഥലമുണ്ട്. നല്ലൊരു വില കിട്ടി, ടോക്കൺ കിട്ടി. 6 മാസം കഴിഞ്ഞപ്പോൾ ആ വസ്തുവിന് മുഴുവൻ തുകയും ഇവരുടെ കയ്യിൽ വന്നു. നല്ലൊരു വിലയ്ക്കാണ് വസ്തു വിറ്റ് പോയത്. ഈ സഹോദരി പറഞ്ഞിട്ട് ഈ അമ്മച്ചി പറഞ്ഞു, എനിക്ക് ആ സാറിൻ്റെ കയ്യിൽ കുറച്ച് പണം കൊടുക്കണം, ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട്, കർത്താവിനെ ശുശ്രൂഷിക്കാനായിട്ട്. ഞങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിലും ഇതെങ്കിലും ഞങ്ങൾക്കൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നൊരു തുക കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവദാസന്റെ കയ്യിൽ ആ തുക കൊടുക്കാനാണ് അമ്മച്ചി അവിടെ നിൽക്കണേ. ബ്രദർ ആണോന്ന് ചോദിക്കുകയാണ് ഈ വന്നേക്കുന്നത്. അമ്മച്ചിക്ക് കണ്ണ് ചിലപ്പോ പിടിക്കണ്ടാവില്ല. അമ്മച്ചി പറയുന്നത് ഇതിൽ എത്രയുണ്ട്? 91,000 രൂപ ഇതിനകത്തുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ കവറിലൊക്കെ പൊതിഞ്ഞ് ഭദ്രമായി കൊണ്ടുവന്നിരിക്കുകയാണ്.
കൈകൾ ഈ എമൗണ്ടിലേക്ക് നീട്ടി. ഇത് കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ ഇതിലൂടെ ദശലക്ഷങ്ങൾ സുവിശേഷം കേൾക്കാനും, ഈ അമ്മയും മകളും ഒത്തിരി പൊറുതിമുട്ടി. ഇതുപോലെ പൊറുതിമുട്ടുന്ന കുടുംബങ്ങൾക്ക് അതൊരാശ്വാസമാകാൻ എത്ര പേർ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കും? കർത്താവേ, ആർക്കെങ്കിലും ചുമ്മാ എഴുതി കൊടുത്തിട്ട് അനാഥ മന്ദിരത്തിൽ പോകാനിരുന്ന ഈ മാതാവിനെ സ്വർഗത്തിലെ ദൈവം കണ്ട് ഇതുപോലൊരു അത്ഭുതം പ്രവർത്തിച്ചു. അതിന് നന്ദിയായി ദൈവമേ, അങ്ങയുടെ കയ്യിലേക്ക് ആ വിധവ കൊടുത്തതുപോലെ ഈ ഒരു എമൗണ്ടുമായി വന്നല്ലോ. ആയിരക്കണക്കിന് കരങ്ങൾ ഈ മാതാവിൻ്റെ നേരെ നീട്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഈ മാതാവിനെ അനുഗ്രഹിക്കാം. എത്രത്തോളം ശബ്ദമുയർത്താമോ അത്രത്തോളം ശബ്ദത്തിൽ എല്ലായിടങ്ങളിലും, ബ്ലെസ്സിങ് സെൻ്ററുകളിലും, ഭവനങ്ങളിലും, രാജ്യങ്ങളിലും ഇത് വലിയ മാതൃകയാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് മാതാവിനെ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പുരയിടത്തിൻ്റെ കാര്യത്തിൽ, ഭവനത്തിൻ്റെ കാര്യത്തിൽ, വസ്തു ഇടപാടുകളുടെ കാര്യത്തിൽ പൊറുതിമുട്ടുന്നവർക്കായി എത്ര പേർ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും? ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ കർത്താവെ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. ഈ ഒരൊറ്റ സാക്ഷ്യത്തിൽ, ഈ ഒരൊറ്റ പ്രവൃത്തിയിൽ അത്ഭുതങ്ങൾ, സാമ്പത്തിക വിടുതലുകൾ നടക്കട്ടെ. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഈ ബ്ലെസ്സിംഗ് സെന്ററിന്റെ റിനോവേഷന് വേണ്ടി കൊടുക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ ഒരുമിച്ച് അടിച്ച് ചേർത്തടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ശക്തിയോടെ കൈകൾ അടിച്ച് ഞങ്ങൾ ചേർന്ന് കർത്താവ് ഈ മാതാവിനെ അനുഗ്രഹിക്കുന്നു. മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീസസ് നെയിം. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എവിടെന്നാ അമ്മ വന്നേ? ഇപ്പൊ അവര് ഷൊർണൂര് വീട് മാറി ഇപ്പൊ തൃശ്ശൂരിലെത്തി. ഷൊർണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലാണ് ഈ അമ്മ വന്നത്. ഷൊർണൂർ ചേലക്കര ആയിരുന്നു. അവിടുന്ന് വീട് വിറ്റതിന് ശേഷം ഇപ്പൊ തൃശ്ശൂര് പുരയുടെ മേടിച്ചു. വേറെ വീട് വാങ്ങിച്ചു. തൃശ്ശൂര് താമസിക്കുന്നു. അവിടുത്തെ ബ്ലെസ്സിംഗ് സെന്ററിൽ പോകുന്നു. ഓ, തൃശ്ശൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ. അതെ, ഒരു വർഷമായിട്ട് തൃശ്ശൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ ഇവര് പോകുന്നുണ്ട്. ഓ, ഗ്രേറ്റ്. ഉമ്മ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആസ്മയുടെ പ്രശ്നങ്ങൾ, ശ്വാസ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈവിരലുകൾ തരിക്കുന്നത് പോലെ ഉള്ളൊരസുഖം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം രോഗങ്ങൾ ഈ സമയം തന്നെ ആ വ്യക്തികളെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ വല്ലാത്ത നെഞ്ചുവേദന അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാവുകയാണ്. എപ്പോഴും എക്കളുണ്ടാകുന്ന ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അനാവശ്യമായിട്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ അനാവശ്യമായിട്ട് വല്ലാത്ത സ്വരം സംസാരിക്കുന്നതിനിടയിൽ വല്ലാത്ത സ്വരം പുറത്തു വരുന്ന ഒരു വ്യക്തി, എക്കിളല്ല മറ്റേതോ ഒരു സ്വരം ഇങ്ങനെ അനാവശ്യമായിട്ട് പുറത്തു വരുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ മുഖത്തും മറ്റു പല ഭാഗങ്ങളിലും രോമങ്ങൾ അധികമായിട്ട് വളരുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആ വളർച്ച ഇപ്പോൾ നിൽക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. കണ്ണിന് മുകളിൽ എല്ലായ്പ്പോഴും മാറി മാറി ഉണ്ടാകുന്ന, കണ്ണിന് മുകളിലോ കണ്ണിനകത്തോ ആയിട്ടുണ്ടാകുന്ന കുരുക്കൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കുടുംബത്തിനകത്ത് വല്ലാത്ത വഴക്കുകളുണ്ടായിട്ട് ഇനി എങ്ങനെ ആണ് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് എന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അതിനകത്തെ കുടുംബാംഗങ്ങളുണ്ട്.
കർത്താവ് അത്ഭുതങ്ങൾ, നിങ്ങളുടെ കുടുംബം ഒരു കൂട്ടുകുടുംബമാണ്, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വഴക്കുകൾ മാറിപ്പോകട്ടെ. ദൈവികമായ സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഓപ്പറേഷനുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓപ്പറേഷനുകൾ ഇതാ മാറിപ്പോകുകയാണ്. പരിശുദ്ധാത്മാവെ, ഓരോ കുടുംബങ്ങൾക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും ദാനങ്ങളും നന്മകളും ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരുടെ ഭാര്യയെ ഓർത്തുകൊള്ളുവൻ എന്നാണ് യേശു പറഞ്ഞത്? Whose wife we have to remember according to Jesus? Options: A. Abraham, B. Lot, C. Joseph, D. Zechariah. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.